റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ച് ഇസ്രായേൽ. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ ആക്രമിച്ച് ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചു. നിരവധിയിടങ്ങളിൽ സ്ഫോടനമുണ്ടായതായി ഇറാൻ ടെലിവിഷനും ആക്രമണം നടത്തിയതായി IDFും സ്ഥിരീകരിച്ചു. ഇറാന്റെ ആണവ പദ്ധതികളെ ലക്ഷ്യമിട്ടാണ് റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ടെഹ്റാനിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതായി ഇറാൻ അറിയിച്ചു. അതിനിടെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വ്യോമപാത ഇസ്രായേലും അടച്ചു. ടെഹ്റാന് വടക്ക് കിഴക്കൻ ഭാഗത്തായാണ് പുലർച്ചെയോടെ ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായതെന്ന് ഇറാന്റെ നൂർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഒമാനിൽ ആണവ നിരായുധീകരണത്തിനായി 5 റൗണ്ട് ചർച്ചകളാണ് ഇറാനുമായി US നടത്തിയത്. ഒമാനിൽ 6ാം റൗണ്ട് ചർച്ച നടക്കാനിരിക്കുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ ആക്രമണം. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട എന്നുമുള്ള നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇറാനെതിരെ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്ന് പൗരന്മാരെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും US പിൻവലിക്കുകയും ചെയ്തിരുന്നു. സുരക്ഷ കണക്കിലെടുത്ത് അതിവേഗം USലേക്ക് മടങ്ങണമെന്നായിരുന്നു ട്രംപ് സർക്കാരിന്റെ നിർദ്ദേശം. ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.